വരുന്നത് തൃശ്ശൂർ വെസ്റ്റ് സെന്ററിൽ പുത്തൂർ IPC വരുന്നത്. പുത്തൂർ IPCയിൽ നിന്ന്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ മൂത്തവൻ 10ൽ പഠിക്കുന്നു, 10ൽ എഴുതിയിട്ട് നിൽക്കണു. പിന്നെ ഇളയ മോൻ 8ലേക്ക് കടന്നു. അപ്പൊ ഈ തിരക്കുകൾക്കിടയിൽ ബൈബിൾ വായിക്കാൻ സമയം കിട്ടിയോ? തിരക്കുകൾക്കിടയിൽ എന്റെ കയ്യിൽ എപ്പോഴും ബൈബിൾ ഉണ്ടാവും, ഞാൻ വായിക്കും. പക്ഷെ ഓർമ്മയാണ് പ്രശ്നം. ഓർമ്മയാണ് പ്രശ്നം. ഇതിനു മുമ്പ് ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സെന്ററിന്റെ ഒക്കെ ചെറിയ ചെറിയ മത്സരങ്ങളിൽ പങ്കെടുത്തു. സെന്ററിന്റെ, സോണിന്റെ, സ്റ്റേറ്റിന്റെ? സ്റ്റേറ്റ് ഒന്നും എത്തിയില്ല. സോണലിൽ എത്തിയില്ല, അത് ഒന്നിലും എത്തിയില്ല. സ്റ്റേറ്റ് സെന്ററിൽ മാത്രം മത്സരിച്ചിട്ടുണ്ട്. സെന്ററിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. എന്നാലും മത്സരിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. 1-2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്ര കരുതുന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യൂദ, ഓപ്ഷൻ സി ഹെരോദാവ്, ഓപ്ഷൻ ഡി ഒരു ശാസ്ത്രിയോട്. ആരോടാണ് യേശു പറഞ്ഞത്? At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9443737226 94005209. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains, powered by Good News Live. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബൈബിൾ ബ്രെയിൻസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിവിധ മത്സരാർത്ഥികൾ, വിവിധ തലങ്ങൾ, വിവിധ ഉത്തരങ്ങൾ. ഉറപ്പോടെ വരുന്നവരുണ്ട്, ആശങ്കയോടെ വരുന്നവരുണ്ട്, ധൈര്യത്തോടെ വരുന്നവരുണ്ട്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അവരെല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. വായിക്കാനും പഠിക്കാനും നമുക്കെല്ലാവർക്കും ഈ പ്രിയപ്പെട്ടവർ പ്രചോദനമാണ്. ഇന്നത്തെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ടു ബൈബിൾ ബ്രെയിൻസ്. എന്താണ് പേര്? എന്റെ പേര് ജീന എന്നാണ്. ജീന, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ വെസ്റ്റ് സെന്ററിൽ പുത്തൂർ IPC വരുന്നത്. പുത്തൂർ IPCയിൽ നിന്ന്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ മൂത്തവൻ 10ൽ പഠിക്കുന്നു, 10ൽ എഴുതിയിട്ട് നിൽക്കണു. പിന്നെ ഇളയ മോൻ 8ലേക്ക് കടന്നു. 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. സന്തോഷമായിട്ട് വേറെ ജോലി വല്ലതും ചെയ്യുന്നുണ്ട്? വീട്ടമ്മയാണ്? അല്ല, ഞാൻ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നുണ്ട്. നഴ്സാണ്? നഴ്സല്ല, അവിടെ ക്യാഷ് കൗണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ തിരക്കുകൾക്കിടയിൽ ബൈബിൾ വായിക്കാൻ സമയം കിട്ടിയോ? തിരക്കുകൾക്കിടയിൽ എന്റെ കയ്യിൽ എപ്പോഴും ബൈബിൾ ഉണ്ടാവും, ഞാൻ വായിക്കും. പക്ഷെ ഓർമ്മയാണ് പ്രശ്നം. ഈ ക്യാഷ് കൗണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഓർമ്മ വേണ്ടേ? ക്യാഷ് കൗണ്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഓർമ്മയില്ലെങ്കിൽ അത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ദൈവം നടത്തുന്നു, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ആണല്ലേ? ദൈവം നടത്തുന്നത് തന്നെയാ, ഉറപ്പായിട്ടും. ഏതായാലും നമുക്ക് പരിശോധിക്കാം. ഇന്ന് ഏതായാലും ബൈബിൾ വായിച്ചതിന്റെ ഓർമ്മയെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. ഇതിനു മുമ്പ് ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സെന്ററിന്റെ ഒക്കെ ചെറിയ ചെറിയ മത്സരങ്ങളിൽ പങ്കെടുത്തു. സെന്ററിന്റെ, സോണിന്റെ, സ്റ്റേറ്റിന്റെ? സ്റ്റേറ്റ് ഒന്നും എത്തിയില്ല. സോണലിൽ എത്തിയില്ല, അത് ഒന്നിലും എത്തിയില്ല. സ്റ്റേറ്റ് സെന്ററിൽ മാത്രം മത്സരിച്ചിട്ടുണ്ട്. സെന്ററിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. എന്നാലും മത്സരിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. 1-2 പ്രാവശ്യം.
1-2 പ്രാവശ്യം കിട്ടിയിട്ടുമുണ്ട്. കിട്ടിയിട്ടുണ്ട്. ആ, അപ്പം നമുക്ക് നോക്കാം അല്ലേ? എന്നാൽ ഞാൻ ചോദ്യത്തിന്റെ മാതൃക ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, ശ്രദ്ധിക്കാം. നമുക്കാകെ 15 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ 6 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിൽ, അടുത്ത 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ, 15 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ 10000 രൂപയുടെ ബമ്പർ സമ്മാനം. അപ്പം 10000 രൂപയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയല്ലേ? ദൈവം സഹായിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. അത് നല്ലൊരു പ്രത്യാശയുടെ വാക്കാണ്. ഏതായാലും മത്സരത്തിലേക്ക് നമുക്ക് പോകാം. എന്തെങ്കിലും സംശയമുണ്ടോ? പോവാം. പോകാം. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ തീത്തോസ്, ഓപ്ഷൻ ബി തിമോഥെയോസ്, ഓപ്ഷൻ സി പത്രോസ്, ഓപ്ഷൻ ഡി പൗലോസ്. ഓപ്ഷൻ ഡി പൗലോസ്. ഓപ്ഷൻ ഡി പൗലോസ് എന്ന ഉത്തരം. ചിന്താഭാരം കൂടുതലാണ് ഈ പ്രശ്നം. എന്താവും ചോദ്യം, എന്താവും? ഇപ്പൊ ചോദ്യം കണ്ടപ്പോ ചെറിയൊരു ആശ്വാസം കിട്ടിയില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആശ്വാസം വന്നു. ഓക്കെ, ഓപ്ഷൻ ഡി പൗലോസ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം വളരെ വളരെ ശരിയാണ്. മുൻപിലേക്ക് അങ്ങനെ തന്നെ പോകട്ടെ അല്ലേ? ചോദ്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യൂദ, ഓപ്ഷൻ സി ഹെരോദാവ്, ഓപ്ഷൻ ഡി ഒരു ശാസ്ത്രിയോട്. ആരോടാണ് യേശു പറഞ്ഞത്? പത്രോസിനോട്. ഓപ്ഷൻ എ പത്രോസ്. ഉറപ്പിക്കുന്നു. ഏത് സാഹചര്യത്തില് പത്രോസിനോട് അത് പറഞ്ഞു? നീ മരിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ വായിച്ചു. ഓക്കെ, ഓപ്ഷൻ എ പത്രോസ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. സമ്മാനത്തുകയൊക്കെ അവിടെ മുന്നിൽ പറയുന്നുണ്ട്. പക്ഷെ സമ്മാനത്തുക ഉറപ്പിക്കണമെങ്കിൽ ആദ്യത്തെ റൗണ്ട് പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഒരു ചെറിയ റിലീഫ് ആയിട്ടുണ്ട്. മത്സരിച്ച് തുടങ്ങിയപ്പം അത് കേട്ടാ മതി. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുത്തത് ആര്? ഓപ്ഷൻ എ മെൽക്കിസദേക്ക്, ഓപ്ഷൻ ബി ലോത്ത്, ഓപ്ഷൻ സി സോദോം രാജാവ്, ഓപ്ഷൻ ഡി മിസ്രയീം രാജാവ്. അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുത്തത് ആര്? മെൽക്കിസദേക്ക്. ഓപ്ഷൻ എ മെൽക്കിസദേക്ക്. ഉറപ്പിക്കാം അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ മെൽക്കിസദേക്ക് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. ആദ്യത്തെ റൗണ്ടിൽ പകുതി കടന്നിരിക്കുന്നു. ഇനിയപ്പോ ഒരു ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ധൈര്യം വേണം കേട്ടോ, കൃത്യമായിട്ട്. അതും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാള് ഇത്ര ടെൻഷനോടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക. മുന്നോട്ട് പോകാം നമുക്ക്. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ജാതികളുടെ ഇടയിൽ നിന്ന് അരിക്കുന്നത് ആരെ? ഓപ്ഷൻ എ മോവാബിനെ, ഓപ്ഷൻ ബി ഫെലിസ്തരെ, ഓപ്ഷൻ സി ഇസ്രായേൽ ഗൃഹത്തെ, ഓപ്ഷൻ ഡി മിസ്രയീമിനെ. ഇസ്രായേൽ ഗൃഹത്തെ. ഓപ്ഷൻ സി ഇസ്രായേൽ ഗൃഹത്തെ എന്നൊരു ഉത്തരവാണ് അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഗൃഹത്തെ ആയിരിക്കാം. ഓപ്ഷൻ സി ഇസ്രായേൽ ഗൃഹത്തെ എന്നുത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരി. അങ്ങനെ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 5ാമത്തെ ചോദ്യം ഇതാണ്. ഇവരിൽ ശൗലിന്റെ പുത്രൻ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ യോനാഥാൻ, ഓപ്ഷൻ ബി ഷമ്മ, ഓപ്ഷൻ സി ഇഷ്വി, ഓപ്ഷൻ ഡി മൽക്കീഷുവ. ഷമ്മ. ഓപ്ഷൻ ബി ഷമ്മ. അങ്ങനെ ഉറപ്പോടെ പറഞ്ഞു. എന്തോ ഒരു പ്രയാസം അല്ലേ? ഓപ്ഷൻ ബി ഷമ്മ എന്നുത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. സമ്മാനം ഉറപ്പിക്കുന്ന അവസാനത്തെ ചോദ്യമാണ് ഈ റൗണ്ടിലെ. എന്നു പറഞ്ഞാൽ സന്തോഷമായിട്ട് വീട്ടിൽ പോവാം. സന്തോഷമായില്ലേ? അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. എത്ര രാപ്പകൽ പൗലോസിന് വെള്ളത്തിൽ കഴിയേണ്ടി വന്നു? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 1. ഓപ്ഷൻ ഡി 1. ഉറപ്പാണല്ലേ? ആവേശത്തിൽ പറഞ്ഞാണോ?
ഒരു അപകൽ വെള്ളത്തിൽ കഴിയേണ്ടി വന്നു വചനമുണ്ടല്ലേ. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി 1 എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും പൂർത്തീകരിച്ച് 1000 രൂപയുടെ സമ്മാനം ഉറപ്പിച്ചിരിക്കും. അപ്പൊ ഇപ്പൊ സമാധാനമായില്ല, ഇനി ഔട്ടായാലും പ്രശ്നമില്ല. എന്ത് തോന്നുന്നു നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോ? മത്സരിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? പ്രചോദനം, ഞാൻ എപ്പിസോഡ്സ് കാണാറുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ടെക്സ്റ്റ് പുസ്തകങ്ങൾ തന്നിട്ടല്ല, അപ്പൊ അതാണ് മത്സരിക്കാൻ തോന്നിയത്. പിന്നീട് പുസ്തകം തന്നപ്പോ വായിച്ചെത്തിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ പുസ്തകം കൊടുക്കുമ്പോൾ നമ്മൾ വിശാലമായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ചില ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ആളുകൾക്ക് നേരിടാൻ ബുദ്ധിമുട്ടാണ്. പുസ്തകം ആക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കഠിനമായ ചോദ്യവും ചോദിക്കാം. കഠിനമായ ചോദ്യം വരും അപ്പൊ എന്നുള്ളൊരു ടെൻഷൻ. കഠിനമായ ചോദ്യം ചോദിക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പുസ്തകങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ 5 പുസ്തകം ആര് വായിച്ചു പഠിച്ചു വരുന്നു, അവരെ കേപ്പബിലിറ്റി ഉള്ള ആളുകൾ കടന്നു വരട്ടെ എന്നൊരു ചിന്താഗതിയാണ്. അപ്പം നിസ്സാരമായിട്ട് ആരും കരുതി കടന്നു വരുത്ത് അവരെ എല്ലാം സഹായിക്കുക, മനസാക്ഷി ഉള്ളതുകൊണ്ട് സഹായിക്കുകയും ചെയ്യേണ്ടി വരുന്നു ബൈബിൾ ബ്രെയിൻസിന്. അങ്ങനെ വരുമ്പോൾ ബൈബിൾ ബ്രെയിൻസിന്റെ മനസാക്ഷി നശിപ്പിക്കേണ്ടതിന് വേണ്ടി കൂടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ചോദ്യങ്ങൾ ഇനി കഠിനമാണ്, മുന്നോട്ട് പോകാതിരിക്കാം. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷയുള്ളൊരു മത്സരാർത്ഥിയാണ്, മുന്നോട്ട് പോകുമായിരിക്കും അല്ലേ. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിൽ 2 ഓപ്ഷനാണുള്ളത്, പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്? പഴയ നിയമം. ഓക്കെ, പഴയ നിയമത്തിൽ നിന്നുള്ള രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, റിബേക്കയുടെ ധാത്രി ആര്? ഓപ്ഷൻ എ ഹാഗാർ, ഓപ്ഷൻ ബി ദെബോര, ഓപ്ഷൻ സി ബിൽഹ, ഓപ്ഷൻ ഡി ശിൽപ. ആരാണ് റിബേക്കയുടെ ധാത്രി? ഓപ്ഷൻ ബി ദെബോര എന്ന ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. അറിയാം, ഉറപ്പാ? ഓക്കെ, ഓപ്ഷൻ ബി ദെബോര എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരം വളരെ ശരിയാണ്. ഇനി ശ്രദ്ധിക്കുക, ഇനി മുൻപിലേക്ക് പോകുമ്പോൾ ഒരു ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാം. ക്വിറ്റ് ചെയ്താൽ നമുക്ക് ആ സമ്മാനത്തുക കിട്ടും. തെറ്റിപ്പോയാൽ നമ്മുടെ ഫൈനൽ റൗണ്ടിലെ സേഫ് സോണിലേക്ക് നമ്മൾ മടങ്ങി പോകേണ്ടി വരും. അപ്പോൾ ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കുക, ആവേശത്തിൽ ഉത്തരം പറയണമെന്നില്ല. കൺഫ്യൂഷൻ ആണെങ്കിൽ മത്സരം അവസാനിപ്പിക്കാം. അപ്പം നല്ല രീതിയിൽ മത്സരിച്ച് വന്നിട്ടുണ്ട്. 7 ചോദ്യങ്ങൾ എത്തി. ഒരു ചോദ്യം കൂടെ എത്തുമ്പോൾ മത്സരത്തിന്റെ പകുതിയോളം കടന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ആശ്വാസം വന്നിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം, 1 ശമൂവേൽ പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ 3-ാം അധ്യായം, ഓപ്ഷൻ ബി 5-ാം അധ്യായം, ഓപ്ഷൻ സി 17-ാം അധ്യായം, ഓപ്ഷൻ ഡി 30-ാം അധ്യായം. ഏതാണത്? ആണോ? 17 ആണോ ചോദിക്കാതെ 17 ആണെങ്കിൽ ഉറപ്പിച്ചു. ഓപ്ഷൻ സി 17 എന്ന ഉത്തരവാണ് ഉറപ്പിക്കുന്നത്. അപ്പൊ 30? അപ്പൊ ശൗമേന് നല്ലപോലെ നോക്കിയില്ല. സാരമില്ല, അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ട് അവസാനിപ്പിച്ചില്ല? 17 ഇങ്ങനെ ഒരു മനസ്സിലുറപ്പായിട്ട് പെട്ടെന്ന് വന്ന പോലെ തോന്നിയത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ സി 17 ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. അപ്പോ സമ്മാനത്തുക വർദ്ധിക്കുന്നുണ്ട്, നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ ആണല്ലോ? മുമ്പിലേക്ക് പോകാം. പിന്നെ എന്താണ് ഈ ബൈബിൾ വായിക്കാനുണ്ടായ മറ്റൊരു പ്രചോദനം എന്താണ്? ബൈബിൾ വായിക്കണം, മത്സരിക്കണം, അതിനുണ്ടായ ഒരു പ്രചോദനം, ഒരു മത്സരവേദിയാണ്, എനിക്കൊന്ന് പങ്കെടുക്കണം എന്ന് തോന്നിയതുകൊണ്ടാണോ? അല്ല, ഇങ്ങനെ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ വായിക്കുന്നത് ഒരു പ്രയോജനമാവോ, അങ്ങനെ ഒരു സന്തോഷം, ഒരു സന്തോഷം. എന്തെങ്കിലും പറഞ്ഞ് ബൈബിൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലായിട്ട് വായിച്ചെടുക്കുക, അല്ലെ എഴുതാനൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ പിന്നെ ഒരു കാരണം കൂടെ ബൈബിൾ വായിക്കാൻ, മത്സരിച്ച് നോക്കാൻ ഒരു കാരണം കൂടെ. ഓക്കെ, ഈ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം, ഗിലെയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞത് ആര്? ഓപ്ഷൻ എ രബ്ബ, ഓപ്ഷൻ ബി ഏദോമ്യർ, ഓപ്ഷൻ സി അമോന്യർ, ഓപ്ഷൻ ഡി സോർ. ആരാണ്? അമോന്യർ. ഓപ്ഷൻ സി അമോന്യർ എന്ന ഉത്തരവാണ് ഉറപ്പിക്കുന്നത്. ഉത്തരം അറിയാമെങ്കിൽ പറയാവുള്ളേ. ഓക്കെ, ഓപ്ഷൻ സി അമോന്യർ എന്ന ഉത്തരം ശരിയാണോ? അമോന്യർ, ആ ഉത്തരവ് ശരിയാണ്. ഞാൻ പ്രതീക്ഷിച്ചത്രയും കഠിനമല്ല ചോദ്യമല്ലേ? അങ്ങനെ തോന്നുന്നില്ല. ചോദ്യം ഒന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും ഇനി. അല്പം കൂടെ കട്ടി കൂടിയ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മത്സരാർത്ഥി വളരെ സാധാരണമായിട്ട് കടന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യും.
അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥിക്കുന്നുണ്ട്, ചെറിയൊരു അസൂയോ മനസ്സിനകത്ത് എവിടെ ചെറിയ വേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ റൗണ്ടിൽ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇസ്രായേലും ഫെലിസ്തീനും തമ്മിൽ യുദ്ധം ഉണ്ടാകവെ ഫെലിസ്തീർ പാളയം ഇറങ്ങിയ സ്ഥലങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഒരെണ്ണം ശരിയല്ല. അതേതാണ്? ഒരെണ്ണം ശരിയല്ല. ഇസ്രായേൽ ഏബനേസറിന്റെ അരികെ പാളയം ഇറങ്ങിയപ്പോൾ ഫെലിസ്തീർ അഫേക്കിൽ പാളയം ഇറങ്ങി. ഫെലിസ്തീർ ബേത്തവേന് കിഴക്ക് മിക്മാസിൽ പാളയം ഇറങ്ങി. ഓപ്ഷൻ സി, ശൗലും എല്ലാ ഇസ്രായേലും ഏലാ താഴ്വരയിൽ പാളയം ഇറങ്ങിയപ്പോൾ ഫെലിസ്തീർ എഫേസ് ദമീമിൽ പാളയം ഇറങ്ങി. ഓപ്ഷൻ ഡി, ശൗലും എല്ലാ ഇസ്രായേലും ഗിൽബോവയിൽ പാളയം ഇറങ്ങിയപ്പോൾ ഫെലിസ്തീർ ഒന്നിച്ചുകൂടി എൻഗേദിയിൽ പാളയം ഇറങ്ങി. ഇതിലേതാണ് ശരിയല്ലാത്തത്? ഒരെണ്ണം ശരിയല്ല. കിട്ടിയാലുള്ള ഓപ്ഷൻ ഉണ്ടേ? സി ആയിട്ട് മുന്നോട്ട് പോവാ. കിട്ടിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. വായിച്ചു നോക്കാൻ സമയം എടുക്കാം. അല്പം കൂടുതലുള്ളത് കൊണ്ട് വായിച്ചു നോക്കി സമയം എടുക്കാം. പെട്ടെന്നൊരു ഉത്തരം പറയണമെന്നില്ല. സിഒ ഡിഒ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സിഒ ഡിഒ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. കൺഫ്യൂഷൻ ആണെങ്കിൽ അവസാനിപ്പിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. ഹിറ്റ് ചെയ്യാണ്. അപ്പം 2500 രൂപ എന്നൊരു സമ്മാനത്തുക 10ാമത്തെ ചോദ്യത്തിൽ ഇന്നെത്തിയ ഏക മത്സരാർത്ഥിയാണ്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഏതാണ് ഉത്തരം? സി തന്നെ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓക്കെ, ഓപ്ഷൻ സി, ഏലാ താഴ്വരയിൽ അവർ പാളയം ഇറങ്ങിയപ്പോൾ ഫെലിസ്തീർ എഫേസ് ദമീമിൽ പാളയം ഇറങ്ങി എന്ന ഉത്തരമാണ് ഉറപ്പിക്കുന്നത്. നമുക്ക് നോക്കാം, ഓപ്ഷൻ സി എന്ന ഉത്തരം ശരിയാണോ? ദാ വരുന്നു. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അതായത് ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ശൗലും എല്ലാ ഇസ്രായേലും ഗിൽബോവയിൽ പാളയം ഇറങ്ങിയപ്പോൾ ഇവര് ശൂനേമിൽ പാളയം ഇറങ്ങി. അപ്പൊ അതാണ് ശരിയായ റെഫറൻസ് ഉത്തരങ്ങളും. 1 ശമൂവേൽ 28:4 അതാണ് അതിന്റെ റെഫറൻസ്. പക്ഷെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഏതാ ഇനി അടുത്തത് അങ്ങനെയുള്ളൊരു ഇതുണ്ടാ. ഞാൻ ഇങ്ങനെ പോവാന്ന് ഇനി മുൻപോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കൂടെ ടഫാകാം, ചിലപ്പോൾ ലളിതമാകാം, ചിലപ്പോൾ ടഫാകാം. അതെല്ലാം ക്വസ്റ്റ്യൻ മാസ്റ്ററുടെ കയ്യിലുള്ളതാണ്. ഏതായാലും ഇത്രയും മത്സരിച്ചത് വളരെ നല്ല രീതിയിൽ മത്സരിച്ചു. കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. അതിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. തിരക്കിട്ട ജോലികൾക്കിടയിൽ അത് വായിക്കാൻ സമയമെടുത്ത് കണ്ടെത്തി അത് പഠിച്ച് വന്ന് മത്സരിച്ചു. നല്ലൊരു സമ്മാനത്തുക നേടിയിട്ടുണ്ട്. ഈ ലൊക്കേഷനിലെ ഷൂട്ടിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നേടിയിട്ടുള്ള മത്സരാർത്ഥിയാണ്. അപ്പോൾ ബൈബിൾ ബ്രെയിൻസിൻ്റെ എല്ലാ ഭാവങ്ങളും നല്ല ടെൻഷനുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ആ ടെൻഷനെയൊക്കെ മറികടന്ന് ഗംഭീരമായൊരു പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അപ്പം ഞങ്ങളുടെ മുമ്പോട്ട് പോകുമ്പോൾ ബൈബിൾ ബ്രെയിൻസിൻ്റെ എല്ലാ ആശംസകളും ഭാവുകങ്ങളും കുടുംബത്തിനും വേണ്ടി അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കുകയും നിങ്ങളെ മുൻപിലേക്ക് വീണ്ടും കൊണ്ടുവരട്ടെ. വീണ്ടും ബൈബിൾ പഠിക്കാൻ കർത്താവ് കരുത്ത് നൽകട്ടെ. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? നല്ല പ്രോഗ്രാമാണ്. പിന്നെ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഉറപ്പാ. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആ വാക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണ ആളുകൾ പറയാറുണ്ട് സൺഡേ സ്കൂൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ആദ്യ റൗണ്ടിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മത്സരാർത്ഥികൾ മത്സരിച്ച് വരട്ടെ. പക്ഷേ മുമ്പിലേക്ക് വരുംതോറും ചോദ്യങ്ങളുടെ കടുപ്പം കൂടുകയാണ്. ഈ എപ്പിസോഡുകൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്കറിയാം. അപ്പം ഈ പ്രിയപ്പെട്ടവരെ പോലെ കൃത്യമായി നിങ്ങൾ ഒരുങ്ങി വരിക, നല്ലപോലെ പ്രിപ്പയർ ആയി വരിക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മത്സരത്തിൽ മുൻപോട്ട് പോകാൻ കഴിയൂ. ഇതൊരു മത്സരമാണ്, ഇതൊരു തമാശല്ല. അപ്പൊ അതിന്റെ ഗൗരവത്തോടു കൂടെ കടന്നു വരിക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം?
പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 94005209. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.